ഹലോ ഗൈസ്, അപ്പൊ മലൂസ്ജറോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താടാ? ഇന്നത്തെ പരിപാടി 5 യൂറോ. നാട്ടില് ഓൾമോസ്റ്റ് ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു 400-നും 500-നും ഇടയ്ക്ക് ഇത് വെച്ച് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ 3 പേര് എങ്ങനെ സർവൈവ് ചെയ്യുന്നു. അതായത് നമ്മള് ഇപ്പൊ നേരെ പോകുന്നത് അൽദി സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മള് കുക്കിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. വെറും 5 യൂറോയ്ക്ക്. 5 യൂറോ ആണ് മാക്സിമം നമ്മുടെ ചെലവ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെ, അപ്പൊ നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ല നോക്കുമ്പോ സവോള നമുക്ക് ഓൾറെഡി ഉണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ആ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ കോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. മാക്സിമം 2 യൂറോ സവാളയൊക്കെ 2 യൂറോ. അപ്പൊ നമുക്ക് അത് നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കണോണ്ട് ഇതിന്റെ ഒരു ജസ്റ്റ് പോർഷൻ ആയിട്ട് അതെ നമുക്ക് നേരെ പോയി നേരെ അപ്പൊ ജാക്കറ്റ് ഇട്ട് നമുക്ക് പോകാൻ പുറത്തുനിന്ന് തറപ്പാണ്. അങ്ങനെ നമ്മള് പുറത്തിറങ്ങി വീടിന്റെ ഇത് നേരെ കാണുന്നതാണ് റെനോ സൂപ്പർ മാർക്കറ്റ്. ജർമ്മനിയിലെ കാണുന്നുണ്ടോ? അവിടെ പിടിക്കും. റെനോ സൂപ്പർ മാർക്കറ്റ് ആണത്. പക്ഷെ അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ നേരെ പോണത് അൽദിയിലേക്കാണ്. ചെറിയൊരു വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലേ? ഇല്ല, തൊട്ടപ്പുറം. നമ്മുടെ ജർമ്മനിയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ ക്യാമ്പയിൻ ആയിട്ടോ. നാട്ടിലെ പോലെ ഒന്നല്ല പോസ്റ്റർ കേട്ടത്. ഇത് ഇങ്ങനെയാണ് ഇവിടെ പോസ്റ്റർ ഇടുന്നത്. ചേച്ചി എവിടെയോ ഇലക്ഷന് നിക്കുന്നുണ്ടല്ലോ. ഇവിടത്തെ അടുത്ത ചേട്ടന്റെ ഇലക്ഷൻ നിൽക്കുന്ന ചേട്ടന്റെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കൈയിട്ട ഇങ്ങനെ ഞെക്കുക സിഗ്നൽ. അപ്പൊ അവിടെ നമുക്ക് പച്ചയാവും. ഇങ്ങോട്ട് നീ എങ്ങോട്ടേ പോണത്? ഇവിടെ എല്ലാം തൊട്ട് മുമ്പിലാണ്. ഇവിടെ 5 യൂറോ ഇന്നത്തെ നമ്മുടെ ഇതാണ് ആ 5 യൂറോ. ചെറുതായിട്ട് കീറിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ 5 യൂറോ വെച്ചാണ് നമ്മൾ ഇന്ന് സർവൈവ് ചെയ്യാൻ പോണത്. എന്തൊക്കെ മേടിക്കും നമുക്ക് അകത്ത് കണ്ട് നോക്കാല്ലേ? അകത്ത് കയറി നോക്കണമെന്നില്ല, ഇപ്പോഴേ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. എന്തായാലും ചെറിയൊരു പ്ലാൻ ഉണ്ട്. അരി വാങ്ങിക്കണം, അരി മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ചാള, നമ്മുടെ സാർഡിൻ ടിന്നിന്റെ അകത്ത് കിട്ടും. മത്തി, അത് തന്നെ ക്യാൻ്റെ അകത്ത് പറ്റിയ ഒരു മോര് കറി, 2 കറി വിത്ത് ഒരു ലാവിഷ. 2 നേരം കഴിക്കാനുള്ള കിട്ടൂലേ? എന്നിട്ടാണ് പറയുന്നത് യൂറോപ്പ് ജർമ്മനി ചെലവ് കൂടുതലാന്ന്. വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം, ഇരിക്കട്ടെ. അത് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ റോയൽ ചെറിയ സാധനത്തിൽ എത്ര വലിയ വണ്ടി ഇത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ക്യാമറയും കൊണ്ട് കയറുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഷൂട്ട്സ് നമ്മുടെ ആൾക്കാരെ മുഖം അങ്ങനെ ഷൂട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഇതെന്നാണോ അതിന് ഷൂട്ട് ചെയ്യുന്നത്? ഈ പന്നേ കൂടെ അരി പിടിച്ച് അരിയോടെ അരി ഇവിടെ. ജർമ്മനിയിലെ ബ്രെഡുകളുണ്ടോ? ആക്ച്വലി ജർമ്മനിയിൽ 3000 തരത്തിലുള്ള ബ്രെഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അത് ചെയ്യുമോ? ഇവനെ ജാമ് പിന്നെ അത് ചെയ്യാണ്ടിരിക്കുമോ? ഇങ്ങോട്ടോ അരി ജർമ്മൻസിൻ്റെ മെയിൻ ഫുഡാണ് കഴിച്ച് ഈ ബ്രെഡ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബ്രെഡ് ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ 3000 വെറൈറ്റീസ് ഓഫ് ബ്രെഡ് ഉണ്ടെന്ന് പറയുന്നത്. തടിക്കഷ്ണം വെക്കാൻ പറ്റുകയാണ്. തടിക്കഷ്ണം ഇത് മറ്റേ കത്തിക്കാനുള്ളടാ. അതെ, നമ്മുടെ അരി എത്തി. നമ്മുടെ നാട്ടിലെ അരി എത്തിയിട്ടാ. 1 യൂറോ 59 സെൻറ്റാണ് പാരാബോയിൽഡ് റൈസ്. നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേർ വെയിറ്റ് നല്ല രീതിയിൽ 3 കിലോ അരി കൊണ്ടുവരാറുണ്ട്. ഇവിടെ കിട്ടുമല്ലേ സാധനം? എന്തിനാ കൊണ്ടുവരണം? എങ്ങനെ? നമ്മുടെ ബസ്മതി. ഇത് ബസ്മതി ബിരിയാണിക്ക് വയ്ക്കുന്നത് 3 യൂറോ. എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇതിന് 99 സെൻറ്റൊക്കെയാണ് ഉള്ളൂ. ഇപ്പം നല്ല വില കൂടി, നല്ല ഇത് വില കൂടി അല്ലേ? തീർച്ചയായിട്ടും. അയ്യോ, അതിന് ഭയങ്കര നാണമാണല്ലോ. മിണ്ടുന്നില്ല. നമ്മുടെ ചാള. ഇതാണ് നമ്മുടെ ചാള. ഇത് 3 തരത്തിലുണ്ട്. 99 സെന്റ്. എന്തുകൊണ്ട്? ഏതാ? പറ, 3 തരത്തിൽ ഏതൊക്കെയാ? ക്ലാസിക്, ചില്ലി, പിന്നെന്തോ റാപ്സോയിൽ. അതായത് മറ്റേ പൂവിന്റെ, മഞ്ഞപ്പൂവിന്റെ ഓയിലല്ലേ? സൂര്യകാന്തി ആണോ അത്? അത് കടുകാണ്. എനിക്കറിയാമല്ലോ. എനിക്ക് അറിയാത്തോണ്ടല്ലോ. ഇത് നമ്മുടെ ക്ലാസിക് കമിനൽ. ഇതിപ്പോ 99 കണക്കൊക്കെ നീ കൊണ്ടിക്കോ. എന്റെ 4,000. അയ്യോ, നഷ്ടത്തിലാണോ? കമ്പനി നഷ്ടത്തിലാണോ? അല്ലല്ലോ, ഒരെണ്ണം പറയാം. ഓരോ കൊണ്ട് ഒന്നാവൂല സത്യം പറഞ്ഞാൽ. നീ കാൽക്കുലേറ്റ് ചെയ്യും. ട്യൂണ ഫിഷ് 1.39 ട്യൂണ ഫിഷ് ക്യാൻഡ്. ഇതൊക്കെ ആക്ച്വലി ഇവർ റോ ആയിട്ട് കഴിക്കുന്നത്. നമ്മളിവിടെ വേവിച്ച് സവാളയൊക്കെ കൂട്ടി മസാല ഇട്ട് കഴിക്കും, എന്നാലും നമ്മുടെ ടേസ്റ്റ് ഉള്ളൂ. ഇതിവിടെ പച്ചക്ക് കഴിക്കുന്നതാ. ഇത് ബർഗറിലൊക്കെ വെച്ച് കഴിക്കുന്നത് ആക്ച്വലി. 99 പ്ലസ് 1.59 3.57. 3.57. കുഴപ്പമില്ല. ഒരു തൈര് യോഗട്ട് എവിടെ?
ചേച്ചിയോട് എന്താ മേടിക്കുന്നത്? ചിക്കനൊക്കെ ഉണ്ടല്ലോ ചിക്കൻ. ചിക്കൻ ഓഫർ ഉണ്ടോ? എടാ ചിക്കൻ ഓഫർ ഉണ്ട്. ചിക്കൻ ഓഫർ ഉണ്ടോ? പ്ലാൻ മാറ്റാണോ അതിന്റെ പ്ലാൻ? പക്ഷേ അന്നേരം നമ്മൾ അത് ഭയങ്കര പ്ലാൻ ചേഞ്ച് ആയി പോകും. ഈ വീഡിയോ പിന്നെ ഇറങ്ങത്തേ ഇല്ല. പക്ഷെ ചിക്കൻ ഈ ഓഫർ ഇനി കിട്ടൂല. അയ്യോ, ഇവിടെ ഇത് ഇന്നത്തെ സർവൈവില്ല, നമുക്ക് 5 euro. നമുക്ക് നാളത്തെ സർവൈവിലേക്ക് മാറ്റാം. നാളെ സർവൈവിലേക്കാണ്. അപ്പൊ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടെങ്കിൽ മൂഞ്ചി പോകും. മുട്ടേനെ കേട്ടോ. മുട്ടേനെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് 100 കണക്കിന് കാര്യങ്ങൾ പറയണം. നിർത്തി മുട്ടടിച്ച കോഴിയുടെ, കാട്ടിൽ ഓടി കിടന്ന് മുട്ടയിട്ട കോഴിയുടെ, വെജിറ്റബിൾസ് മാത്രം കൊടുത്ത് വളർത്തിയ കോഴിയുടെ, പിന്നെ കുറച്ച് നോൺ വെജ് എന്തൊക്കെയോ വേസ്റ്റ് കൊടുത്ത് എല്ലാ തരത്തിലുള്ള മുട്ടയും ജർമ്മനിയുണ്ട്. ഇത് നമ്മുടെ ഈസ്റ്റർ എഗ്സ് ആണ്. ഇത് ചുമ്മാ പൊട്ടിച്ച് നമ്മുടെ പുഴുങ്ങി വെച്ചാണ് മുട്ടയല്ലേ. ഇതാണ് യോഗട്ട്. ഇത് മൈൽഡ് ഉണ്ട്. ഇത് 3.5 യോഗട്ടിന്റെ മൈൽഡ് ഉണ്ട്. പിന്നെ മാത്രം പൊട്ടിച്ചാൽ മതി, ബാക്കിയുള്ളത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ. ക്വാണ്ടിറ്റി ഉള്ളോണം. ഇത് അത് ശരി തന്നെയാണ്. എടാ കണക്കൂട്ടി, ഈ കണക്കൂട്ടി ഈ 3 സാധനത്തിന്റെ ഇത് മാറ്റി വെച്ചു. നമ്മുടെ വേറെ സെപ്പറേറ്റ് ആണ്. ചിക്കൻ നമ്മള് ആക്ച്വലി ചിക്കൻ നാളെയും എനിക്ക് തോന്നണ ഈ മോരുകറിയും ഉണ്ടാവും. ചാളക്കറി ഉണ്ടാവും. 57 ആണ് പ്ലസ് 0.99, കറക്റ്റ് 4.56. ഇനി 44 സെന്റ്സ് ബാക്കിയുണ്ട്. 44 സെന്റ് ബാക്കിയുണ്ടല്ലേ. അതിന് ഭയങ്കര ഷയ്യാന്ന് ആദ്യം പറയുന്നത്. എന്നെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന പിന്നെ വീട്ടില് പിന്നെ നാളെന്ന് ഞാൻ കണ്ടിട്ടില്ല. കുഴപ്പമില്ലടാ. ആ അമ്മാമ്മ ഏതോ 3 സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആ വലിയ വണ്ടി എടുത്തു. അപ്പൊ പിന്നെ നമുക്കും വിഷയമില്ല. പൈസ ഉണ്ടോ? പൈസ ഈ ചിക്കൻ മാറ്റിയേക്കാം. ചിക്കൻ വേറെ ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് ഇനിയും പൈസ കേട്ടോ. പറയൂ, എന്താ ഇഷ്ടമുള്ളത് പറഞ്ഞു മേടിച്ചരാ. എന്താന്ന് ബാക്കി 54 സെന്റ് അതിനുള്ള വേറെ 5 euro ആണ്. ഇത് 30% ഓഫറുള്ള ചിക്കനാണ്. അതിന് കണ്ടപ്പോൾ അതിന് വിടാൻ കഴിയില്ല. ചില്ലറ പോയി ഗൈസ്, എല്ലാം പോയി. ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി കൊണ്ടുപോകോ. നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക്. കരിഞ്ഞേക്കണ മരങ്ങളൊക്കെ പൂക്കും. അതന്നെ, അടുത്ത വ്ലോഗ് വരുമ്പോ ഇതിനകത്ത് ചില പൂത്ത് നിൽക്കുന്നുണ്ടാവും. അന്നേരത്തേക്ക് ഞാൻ ഈ സ്ഥലം മാറും. കുറച്ചേരം വലുതുകളാ. എന്നിട്ട് വിറ്റാമിൻ ഡി വിറ്റാമിൻ എന്ന് പറയല്ലേ. ഐഷ്, ഇവിടെ കൊല്ലത്തിൽ ഒരിക്കലും നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാനുള്ള ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. എടാ നമുക്കത് വേറെ റീലായിട്ട് നീ കണ്ടന്റ് ആയിട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടാ. കഴിഞ്ഞ ദിവസം ഇവൻ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്തു. ഇവനാണോ നെറ്റ് ആണോ? ഇവന്റെ വൈഫ് ചെക്ക് ചെയ്തു ഗൈസ്. ഇവിടെ ഇലക്ഷൻ ഇവിടെ 3-4 പാർക്കുകളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കൊളൈഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. ട്രാഫിക് ലൈറ്റ് ഏതാണോ SDP, CDU, പിന്നെ UDF എല്ലാം. ഒരു ട്രാം നമ്മളെ ലക്ഷ്യമാക്കിയാ വരുന്നത്. നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ കൂടി തന്നെ. ഇതാണ് ഇവിടുത്തെ സ്ട്രാസൻ ബാൻ അല്ലേ? സ്ട്രാസൻ ബാൻ കണ്ടോ? നമ്മളിപ്പോ റെയിൽവേ ട്രാക്കിൽ കൂടിയാ. റെയിൽവേ ട്രാക്ക് ഒന്നുമില്ല, ട്രാം ട്രാക്ക് ആണ് ഇവിടുത്തെ ട്രാം. ഇത് കണ്ട ക്യാപ്പ് കണ്ട. അയ്യോ, കൊച്ചിന് വണ്ടി കിട്ടിയില്ല. അയ്യോ ഇല്ല, എവിടെ നിർത്തല്ലോ. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി വന്നു. ഇനി നിവേദ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിവേദ നിനക്കിനി കറക്റ്റ് 1 മണിക്കൂർ, കറക്റ്റ് 54 മിനിറ്റ് ഉണ്ട് ബാക്കി. അത് ശരി. ആ സമയത്തിനുള്ളിൽ ചോറ് ഞാനിട്ടോളാം. മീൻ നീ ഉണ്ടാക്കണം, താളിച്ച മോര് അത് നീ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ കയറി. നിവേദ പയ്യെ പണി തുടങ്ങി. ഇപ്പൊ എല്ലാരും വിചാരിക്കും 5 euro എന്ന് പറഞ്ഞിട്ടോ ഇത് കടുകിരിക്കണോ, ഇഞ്ചി ഇരിക്കണോ, വെളുത്തുള്ളി ഇരിക്കണോ, തക്കാളി ഇരിക്കണോ. നമുക്ക് ബാക്കി ഒരു 40 സെന്റ് വന്നില്ലേ? 44 സെന്റ് വന്നു. അവിടെ കിലോവാട്ടിന് 1 കിലോവാട്ട് കറണ്ടിന് ഞാൻ കൊടുക്കണം 17 സെന്റ് വെച്ചാ. അപ്പൊ ഇതിപ്പോ മാക്സിമം 1 കിലോവാട്ട് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വേണ്ടിയില്ല. അപ്പൊ അവിടെ ഒരു 17 സെന്റ് നമുക്ക് കണക്ക് കൂട്ടാം കറണ്ടിന്റെ കാര്യത്തില്. പിന്നെ ഈ തക്കാളിയും ഏതാണ് ഇതൊക്കെ 2 euro കിട്ടുന്നതാണ്. അതിന്റെ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്കും സ്റ്റോക്കിന് സെന്റ് വരുള്ളൂ. സെന്റേ ഉള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. സവാളയായാലും സ്റ്റോക്കിന് സെന്റ് വരത്തുള്ളൂ. അപ്പൊ 5 euro എന്നാലും ഒരു 2-3 സെന്റ് നമുക്ക് ബാക്കി ഉണ്ടാവും. പിന്നെ മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ട് അതിനൊരു കോസ്റ്റ് ഉണ്ട്. എന്നാലും വട്ടവാ അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ. എക്സ്ട്രാ നമ്മൾ ഇതിന് വേണ്ടി മേടിക്കേണ്ട ആവശ്യമില്ലോ. കടുക് പൊട്ടുമായിരിക്കും അല്ലേ? ഞാൻ കടുക് പൊട്ടാറില്ല കേട്ടോ. അത് ചുമ്മാ ഒരു പേരിന്. നമ്മുടെ ഷാൻജിയോണന്റെ റെസിപ്പിയാണ് നിവേദ ഉപയോഗിക്കുന്നത്. കണക്കൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഇട്ട് സെറ്റ് ചെയ്യാൻ പോണ്. ആദ്യം കുറച്ച് ഇവിടെ നമ്മൾ അരിഞ്ഞു വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട്, പിന്നെ സവാളയുണ്ട്. ഉള്ളിയാണ് യൂസ് ചെയ്യണത്, പക്ഷെ നമുക്ക് സവാളയേ ഉള്ളൂ.
ഇവിടെ നോക്കണ്ടല്ലേ എന്നെ നോക്കണ്ട, കടുക് നിന്നെ നോക്കി നിന്റെ അടുത്ത് സംസാരിക്കണപ്പോയതാ. കടുകുണ്ട്, ഉലുവയുണ്ട്. നിവേദ് താളിച്ച മോനുണ്ടാക്കി. എന്താടാ അതെ താളിച്ച മോനല്ലേ? അതന്നെ നിന്നെ തങ്ങി പിന്നെ ഊർമിളാദേവി ദേവിക്ക് ഒരു നല്ലൊരു മരുമോനായി. നീ ചന്ദ്രനെ കാണാറുണ്ടാ? 9ാം ക്ലാസ്സിലോ 9ലാ എപ്പോഴാന്ന് എനിക്ക് ഓർമ്മയില്ല. വീട്ടിലെ അമ്മ വലിയ ഫാനായിരുന്നു. ഇത്ര മതിയാ ഉലുവ? കഴിക്കൂടാ. കറി വെക്കാൻ എനിക്ക് ഇത് പരിക്ക് അളവ് അറിയത്തില്ല, അതാണ് എന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ മറച്ചേനെ അത് കൂടുതലാണോ? കൂടുതലാണല്ലേ? ഏപ്പടാ എനിക്കറിയില്ല കേട്ടോ. ഇത്ര മോഡലുള്ള അതേ മോര് നമ്മള് 4 വെട്ടി മേടിച്ച് നമ്മള് 3 യൂസ് ചെയ്ത് 150 ഗ്രാമിന്റെ. അപ്പൊ ടോട്ടൽ എത്ര ഗ്രാമായി കണക്ക് പറ? 450 ഗ്രാം. 450 ഗ്രാമിന് ഈക്വൽ വെള്ളം വേണം. അതായത് തോന്നുന്നത് ഇവന്റെ റെസിപ്പിയാണ്. യൂട്യൂബിൽ നോക്കി ഷാൻജിയോ പറഞ്ഞു, ഞാൻ അത് തന്നെ പറയുന്നു. ഇനി നമ്മൾ ഇങ്ങനെ നീളത്തിലരിഞ്ഞ എന്താണ് ഇഞ്ചി അത് തന്നെ, അതിനെല്ലാം അറിയാം. പിന്നെ കുറച്ച് ഗാർലിക്. ഇവിടെ സത്യം പറഞ്ഞ കുരുമുളക് കളയുന്നത് ഈ മസ്റ്റാർഡ് പൊട്ടിയില്ലല്ലോ. പൊട്ടിട്ട് അറിയത്തില്ല, പൊട്ടണം. വലിയ ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, പക്ഷെ നമുക്ക് തിന്നാൻ പറ്റും. എനിക്ക് 15 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടണം. പിന്നെ ഇതെന്താണിത്? ഞാനെന്ത് ചോദിച്ചു, ഞാൻ എന്തിരന്റെ മോനല്ല. എനിക്ക് പോറായി. അതിന് വലിയ വലിയ മീറ്റിങ്ങുകളുണ്ട്, ഏതോ കേസ് കെട്ടിനും പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഒറ്റമുളക് വീഡിയോ ഓഫ് ചെയ്തല്ലോ നമ്മള്. ഇതിങ്ങനെ ഇടാം അല്ലേ? വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല, വീഡിയോ ഓണാ. ഷാൻജിയുടെ വീഡിയോ. ഇതിങ്ങനെ ഒരു 4 ഇട്ടു. ഇത് നമുക്കിവിടെ ഇൻഡസ്ട്രിയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അത് നാട്ടിൽ പോയിരുന്നു ആവാലോ. എടാ ഇനി എന്താ ഇട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, മറന്നുപോയി. അയ്യോ ഞാൻ എന്റെ ലോകണ്ട പുല്ല്. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഷെഫിനെ വിളിക്കും. ചില്ലി പൗഡർ 1 ടീസ്പൂൺ. നമുക്ക് പിന്നെ ചില്ലി പൗഡറിന്റെ ആവശ്യം കുഴപ്പമില്ല. എന്നാ ഇനി ഇവിടെ കുറച്ചിങ്ങനെ സവാള വെച്ചിട്ടുണ്ട്. സെറ്റ് ഓഫ് സാധനങ്ങളാണ്. താഴെ തീർന്നു. നമ്മുടെ കയ്യില് ചെറിയ ഉള്ളി ഇല്ല, കൊച്ചുള്ളി അങ്ങനെ പറയാ. സവാള നമ്മൾ സവാള അഡ്ജസ്റ്റ് ചെയ്യും ഓഫ് കോഴ്സ്. മുകളിൽ ഇത്ര സവാള വേണോടാ? പിന്നെ ഇത്ര മോരില്ല, നീ എന്തോ വിചാരിച്ച? മൈക്കിനകത്താണ് കേൾക്കണേ. മൈക്ക് സ്പോൺസർ ചെയ്തത് ഒരു അജ്ഞാതനാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അജ്ഞാതൻ എന്റെ പേരിലും അതിന്റെ പേരിലും MAG ടീമിന്റെ പേരിലും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കണ്ടന്റ് നന്നാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ മൈക്ക് ഉപയോഗിക്കാത്തതിന് അജ്ഞാതന് വിഷമായി വിളിച്ച് തെറി പറഞ്ഞു. അതെ, എന്നെ തെറി പറഞ്ഞു. എന്റെ മൈക്കെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ചേട്ടാ അത് നമ്മൾ മോൾഡിന്റെ വീഡിയോ ക്ലീനിങ്ങില് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം വൃത്തികേടായി പോകും, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ പൊടി എന്നെ രക്ഷിച്ചാൽ മതിയായിരുന്നു. കഴിഞ്ഞ കേട്ടോ നിലത്തി അടി പോയിട്ട് എന്റെ അമ്മോ തുടയ്ക്കാൻ പെട്ട പാട് എല്ലാം കൂടി മിക്സഡ് ഇത്ര മതിയായിരിക്കും അല്ലേ? നിന്റെ ഇഷ്ടം. അത് മഞ്ഞപ്പൊടി അല്ലേ? ഇത് മഞ്ഞപ്പൊടി അല്ലേ? അതെ മഞ്ഞപ്പൊടി വേണോ? വേണ്ട, ഇത്ര മതിയോ? നിന്റെ ഇഷ്ടം പറ. 1/2 ടീസ്പൂൺ എന്നാ പറഞ്ഞത്. ഇത്ര പോരെ? 1/2 ടീസ്പൂൺ ഇത്ര അല്ലോ, കുറച്ചുകൂടി. അത് വേണ്ട മതി. മുളക് പൊടി ഇതിനകത്ത് 2 പലതരത്തിലുണ്ടല്ലോ. മുളക് പൊടി തന്നെ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു പച്ചമുളക് വേണം അതിനെ. പക്ഷെ പച്ചമുളകില്ല. ഇതാണ് കേട്ടോ നമ്മളെ തൊട്ട് മുമ്പിലുള്ള. ഇത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ക്രിസ്മസ് വന്നപ്പോൾ ഒട്ടിച്ചു വെച്ചതാണ്, ഇതുവരെയായിട്ടും മാറ്റാറായിട്ടില്ല. ക്രിസ്മസ് വ്ലോഗിൽ കണ്ടാ അറിയാതൊക്കെ. എന്റെ ചെടികളൊക്കെ ഞാൻ ആറ്റുനോറ്റ് നെറ്റ ഓടി വരും. അവൾ ആറ്റുനോറ്റ് പോറ്റിക്കൊണ്ട് കൊണ്ടുവന്ന ചെടികൾ വാടിപ്പോയി. കഴിഞ്ഞ ഓണത്തിന് നിനക്ക് മുല്ലപ്പൂ കൃഷി ഉണ്ടായിരുന്നത്? മുല്ലപ്പൂ ഇത് എന്താണ് മുല്ലപ്പൂ? പൂപ്പിൽ പിടിച്ചു. വെള്ളം ഒഴിക്കാത്തോണ്ടാണോ എന്താണോ? ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് നിനക്കല്ലേ ഇപ്രാവശ്യം? ഇനി സിനിമാക്കാരൊക്കെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ വ്ലോഗൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ആയിട്ട് വരാറില്ലേ? അതുപോലെ നമുക്കും ഇനി പൃഥ്വിരാജ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ സാധനം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാര്യം പറഞ്ഞ ഒന്നിന്റെ അർത്ഥം അറിയില്ല. എന്താ മനെ, നമുക്ക് ലാലേട്ടൻ പറഞ്ഞ പറഞ്ഞ എന്താ മനെ, അതെങ്ങനെ സംഭവിച്ചത് മനെ, അതൊക്കെ മതി. നീ എന്നെ കാണിച്ചോണ്ടിരിക്കുന്ന സാധനം റെഡിയാക്കുന്നത്. ഇതാ എൻട്ര ഏകദേശം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചേക്കല്ലോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അടിപിടിച്ചാലോ. ആ വെള്ളം പറ്റിട്ട് പിടിച്ചാൽ മതി. നെറ്റാണെങ്കിൽ പൊട്ടണ കേൾക്കാൻ വേണ്ടിട്ട് വല്ലാത്ത സൈക്കോളോ. ഈശ്വര ഭഗവാനെ, നല്ലത് ചെയ്താൽ നല്ലത് മാത്രം തരണേ. അതിന്റെ ഒപ്പൊക്കെ കൂടി നല്ലത് ഇവിടെ തിളക്കിയത്
കളിക്കാനുള്ളതായിട്ടില്ല. ഇതെന്താ കളർ പറയാത്തെ? സമയം എടുക്കൂടാ, കളർ പറഞ്ഞില്ല. പയ്യെ ഇട്ടുള്ളത് അത്ര കളറൊക്കെ മതി. പിന്നെ ഇനി ഇത് വെള്ള കളറ് മൊരറി. അത് ചൂട് പോലും ആയിട്ടില്ലല്ലോ, നീ പിന്നെ എന്തിനത് വായിലേക്ക് ഇടുന്നത്? ശരിയാണല്ലോ, ചൂടായിട്ട്. അതാ പറഞ്ഞ തീ കൂട്ടിയിട്. ആണോ? കുറച്ച് കൂട്ടിയിട്. ഇനി മീൻ ഇവൻ തന്നെ ഉണ്ടായിക്കോളൂ, ഞാൻ വരുമ്പോ അടുത്ത ബ്ലോഗ് ആയിക്കോളൂ അല്ലേ? മീൻ തന്നെ ഉണ്ടായിക്കോളൂ അല്ലേ? മീൻ നീ രാത്രി വരുമ്പോ റെഡി ആയിട്ടിരിക്കും. ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡും, ഉച്ചക്കത്തെ മീൻസ് ബ്രഞ്ചും നമ്മുടെ ഡിന്നറും 5 യൂറോയിൽ ഒതുക്കി. നിവേദന ഡൗട്ട് ആയതുകൊണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ ഷെഫിനെ വിളിച്ചു. പ്രൊഫഷണൽ നൈനോ ഇതിന്റെ കൊഴുപ്പ് ഓക്കെ ആണോ? ഓക്കെ നോക്ക് തിളക്കിയത്. പ്രൊഫഷണൽ ഷെഫ് എന്താ പൊടി ഉണ്ടേ? എനിക്ക് പനിയാ. ടെസ്റ്റ് കിട്ടുന്നുണ്ടേ. എന്താ പൊടി ഉണ്ടേ? ഉപ്പ് വെച്ചിട്ടോ? അത് വാങ്ങിക്കലോ? ബാക്കിയെല്ലാം ഓക്കെ ആണോ? കണ്ടോ, സെറ്റ് ആണ്. ഉപ്പ് എത്ര മതി? പ്രൊഫഷണൽ ഷെഫ് ഇന്ന് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്, പനി കാരണം. മേലെ ഈ പടി കടന്നു പോയത് ഇല്ല, കിട്ടില്ല. നെറ്റ് പറഞ്ഞാൽ ഇതിന്റെ റെക്കോർഡ് ആവാൻ ചാൻസ് ഇല്ല. മൈക്ക് മോരല്ലേ? നീ വിചാരിച്ചത് നിന്നെയല്ലേ? അല്ല ഞാൻ മോരനെ വിചാരിച്ച ഞാൻ എന്റെ കാര്യം ഞാൻ ആദ്യം ജീവിതത്തിലുണ്ടാക്കാൻ തന്നു. എന്താണ് നമ്മുടെ സർദീൻ? ഇത് പൊട്ടിച്ചാണ്ടല്ലോ. ഒരു എത്ര 3 വെക്കണം? 2 വെക്കണം? സഹിക്കൂല ആ മണം. 2 എടുത്തോ. 2 എടുത്താൽ ഇന്നും വൈകിട്ടത്തേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. വിട പറയുകയല്ല, ചാളക്കറി ഞാൻ വയ്ക്കും. അവൻ ചാളക്കറി രാത്രി ഇവൻ വന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ പോകുന്നു. ഇപ്പൊ സമയം 1:20. 5 മിനിറ്റ് കൊണ്ട് ചോറും കിട്ട്. എനിക്ക് 1:30 വണ്ടിക്ക് കയറണം. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ചാള റെഡി ആയിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 നേരത്തെ കഴിക്കാം. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ആദ്യമേ കഴിച്ചു കഴിഞ്ഞു. ആദ്യമേ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ സമയം 10:30 ഞാൻ ആദ്യമേ പോയിട്ട് 1:30 പോയിട്ട് കുറച്ച് മുമ്പാണ് കയറി വന്നത്. അന്നേരത്തേക്കും നിവേദ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു നീക്ക് കഴിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇത്രയും ബാക്കി വന്നു. ഇതിന്റെ പേരെന്തായിരുന്നു? സാർഡിൻ ഒലത്തിയത്. അത് അവനെ മാത്രമേ പറ്റുള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ ചോറും ഉണ്ട്. ഇത് ചോറ് കുറേ ഉണ്ടല്ലോ. ഇതാണ് പാക്കേജ് ബാക്കിയുണ്ട്. ലാഭമാണ്. അപ്പൊ 5 യൂറോയ്ക്ക് ആ 3 പേര് 2 നേരം കഴിച്ചു. 2 കറി കൂട്ടി 2 നേരം കഴിച്ചു. ഇത് 2ാമത്തെ നേരം കഴിക്കാൻ പോവുകയാണ്. ഇത് കെറ്റിലല്ലേ? കെറ്റിൽ വെച്ച് കെറ്റിൽ വെള്ളം ചൂടാക്കും. എന്നിട്ട് അതിന്റെ ആ ചോറിലേക്ക് ഒഴിക്കും. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിനൂടെ പുക മാത്രമേ ഉള്ളൂ, ചൂടില്ല. അപ്പോൾ ഇതിന്റെ പേരായിരുന്നു ചോറ്, മുരുകറി, മീൻകറി. മീൻ ഉലത്തിയത്. അങ്ങനെ 5 യൂറോന്റെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. 5 യൂറോയ്ക്ക് ഞങ്ങൾ സർവൈവ് ചെയ്തു. ഞങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഏതൊരാളെ കൊണ്ടും പറ്റും. ഇത് ഇന്ത്യൻ ഫുഡ് ആട്ടോ. അത് ജർമ്മൻ കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്. അപ്പോൾ ജർമ്മൻ സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാനും 5 യൂറോ വേണ്ടി വരില്ലല്ലോ അല്ലേ? കുറച്ച് സലാഡ്, കാട്ടുവെള്ള, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് മയോണൈസ്, ബ്ലാ 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 ബ്ലാ. അപ്പോൾ അപ്പോൾ ബൈ ദ വേ, ഇതോടുകൂടി ഈ വ്ളോഗ് എന്ന് പറയുന്നില്ല, ഈ ഒരു സാധനങ്ങൾ തീരുന്നു. അപ്പോൾ ഒരു ബൈ കൊടുക്കണേ. ബൈ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ കയറി. നിവേദാണ് ഷെഫ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ എന്തോ സാധനം താഴെ പോയല്ലോ. റിസീവർ താഴെ പോയി. ഇവിടെ നോക്കിട്ട് ഞങ്ങൾ ഓണപരിപാടി എടുത്ത് എത്ര യൂറോ നമ്മുടെ ഞങ്ങൾ ഓണപരിപാടി നടത്തി കോടികൾ ഉണ്ടാക്കിയെന്നാണ് ഇവിടെ പല പ്രമുഖരും പറയുന്നത്. സ്റ്റൗവിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. കത്തിപ്പോയാ? ഇല്ല, കത്തിയില്ല. ഒരു വീഡിയോ കിട്ടിയാലേ.